അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് ഒരു കംപ്രസറിനെ കുറിച്ചാണ്. ഒരു എയർ കംപ്രസറും ഒരു ഡ്രയറിനെ കുറിച്ചുമാണ്. എന്താണ് എയർ കംപ്രസർ, എന്താണ് ഒരു ഡ്രയർ, എന്തൊക്കെയാണ് ഡ്രയറിന്റെ യൂസ്, അതേപോലെ തന്നെ കംപ്രസർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് എന്തെല്ലാം ഫോൾട്ടുകൾ വരാം. ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കംപ്രസറിന്റെയും പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്. കംപ്രസറിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ്. അതേപോലെ തന്നെ ഡ്രയറും നമുക്ക് രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. ഡ്രയറിന്റെ സെപ്പറേറ്റ് ചെയ്യാം, കംപ്രസറിന്റെ ചെയ്യാം. കാരണം അല്ലെങ്കിൽ വളരെയധികം ലെങ്തി ആയി പോകും. അപ്പോൾ നമുക്ക് ഇന്ന് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ആ കംപ്രസറിന്റെ ബാക്കിയുള്ള ഫോൾട്ടുകൾ അല്ലെ എന്തെല്ലാം നമ്മൾ അതിന് ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ ഇൻജർസോൾ റൻഡിന്റെ കംപ്രസറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇൻജർസോൾ റൻഡിന്റെ തന്നെയാണ് ഡ്രയറും. അപ്പോൾ ഇൻജർസോൾ റൻഡിന്റെ ഡ്രയറും കംപ്രസറുമാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് അതിൽ മാക്സിമം എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അതെല്ലാം നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ താഴത്തെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഊർജ്ജം കൂടി, നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നും കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഓരോ കംപ്രസറിന്റെ നമുക്ക് ഓരോരോ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഒരു ഇച്ചിരി ലൈറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും കേട്ടോ, എല്ലാവരും ക്ഷമിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പ്ലേസിലായതുകൊണ്ട് തന്നെ മൊബൈൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ ഒരു ലൈറ്റിന്റെയും ക്ലാരിറ്റിയുടെ ഒക്കെ കുറവ് കാണും. എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ സ്പെയറുകൾ, ഓരോ പാർട്സുകളെ കുറിച്ച് പഠിക്കാം. ഇതെന്ന് പറയുന്നത് മോട്ടറാണ്. ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേഡിയേറ്ററിനെ കൂൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു എക്സോസ്റ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. അതിന് തണുപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോട്ടറാണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ നേരെ താഴത്തായിട്ട് അടുത്ത ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു മോട്ടറാണ്. ഇത് വലിയൊരു മോട്ടറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കംപ്രസർ എന്ന് പറയുന്ന സാധനം ഈ ഇരിക്കുന്നതാണ് നമ്മുടെ കംപ്രസർ. ഈ കാണുന്ന പെയിന്റ് അടിച്ചിട്ടില്ലേ, ഇതാണ് നമ്മുടെ കംപ്രസർ. ഇതെന്ന് പറയുന്നത് സ്ക്രൂ ടൈപ്പ് കംപ്രസറാണ്. ഇതാണ് നമ്മുടെ കംപ്രസർ. അപ്പോൾ ഈ കംപ്രസറിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മോട്ടോർ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അപ്പോൾ നമ്മുടെ കംപ്രസർ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ അടുത്ത ഒരു പോർഷൻ അടങ്ങിയിരിക്കണമെന്നുള്ളത്, അടുത്തതായിട്ട് ഈ ഒരു ടാങ്ക് കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ടാങ്ക് കണ്ടോ. ഈ ഒരു ടാങ്ക് എന്ന് പറയുന്ന സംഭവം, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നെന്ന് പറയുന്നത് ഇതിൽ കൂളൻ്റ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യും. കണ്ടില്ലേ, ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ കണ്ടോ, കണ്ടില്ലേ, കൂളൻ്റ് ഓയിൽ. അടുത്തായിട്ട് ഈ ഒരു ടാങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റർ എലിമെൻറ്റ് ഇരിപ്പുണ്ട്. സെപ്പറേറ്റർ എലിമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇത് രണ്ട് പോർഷനാണ് ഈ ടാങ്ക് എന്ന് പറയുന്നത്. മേളിൽ സെപ്പറേറ്റർ എലിമെൻറ്റ്, ഒരു ഫിൽറ്റർ ഉണ്ട്, താഴത്ത് ഇതിൻ്റെ കൂളൻ്റ് ഓയിലുണ്ട്. ഇത് എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അടുത്ത ടാങ്ക്. അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റേഡിയേറ്റർ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ചെറിയ കുഞ്ഞു ഫാനും കാണിച്ചില്ലേ, ആ ഫാൻ, ഇതാണ് അതിൻ്റെ ആ റേഡിയേറ്റർ. ഈ റേഡിയേറ്ററിനെ കൂളി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫാന് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു എയർ ഫിൽറ്ററാണ്. നമ്മൾ ഇത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ, ഇതിലൂടെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് എയറിനെ സക്കി എടുക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്നത് കണ്ടോ, അതാണ് എയർ ഫിൽറ്റർ. നിങ്ങൾക്ക് കാണിച്ചു തരാം. എയർ ഫിൽറ്റർ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ. ഓക്കെ, എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഓക്കെ, അടുത്തതായിട്ട് ഇത് കണ്ടോ, ഇത് കൂളൻ്റ് ഫിൽറ്ററാണ് കേട്ടോ. ഈ കാണുന്നതാണ് കൂളൻ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊരു ഫിൽറ്റർ ഉണ്ട്, അതാണ് കൂളൻ്റ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കംപ്രസർ. ഇത് സ്ക്രൂ ടൈപ്പ് കംപ്രസറാട്ടോ. ഇതാണ് നമ്മുടെ കംപ്രസർ. ഓക്കെ, അപ്പുറത്തായിട്ട് ഒരു
എയർ ഫിൽറ്ററും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കംപ്രസറിൻ്റെ ഉള്ളിലെ ഓരോരോ ഭാഗങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടല്ലോ, നിങ്ങൾ ഈ ഹോള് കണ്ടല്ലോ, അതായത് ഈ ഇരിക്കുന്ന ഈ എയർ ഫിൽറ്റർ നിങ്ങൾ കണ്ടില്ലേ, ഈ എയർ ഫിൽറ്റർ നിങ്ങൾ നേരെ നമ്മളിത് കംപ്രസർ ഓൺ ആക്കാൻ നേരത്ത് നമ്മൾ ഇതിലെ കൂടി നേരെ എയർ വലിച്ചിട്ട് എന്താവും, ഈ എയറിന് നേരെ വലിച്ചിട്ട് എന്ത് ചെയ്യും, നേരെ ഇവിടെ വന്നിട്ട് ഇതിനകത്തൊരു ഫ്ലാപ്പ് പോലൊരു സംഭവമുണ്ട്, അത് തുറക്കും. ഇത് എയർ സക്ക് ചെയ്യാൻ നേരത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ സോളിനോട് നമ്മൾ വെച്ചിരിക്കുന്നത് അതിനാണ്. ഇത് വലിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന നേരെ നമ്മുടെ എയറിനെ എന്ത് ചെയ്യും, ഈ നമ്മുടെ ഈ കംപ്രസറിലോട്ട് ആക്കും. ഈ കംപ്രസർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നോർമൽ ഒരു അറ്റ്മോസ്ഫിയറിക് എയറിന് പ്രഷർ ഉണ്ടോ? ഒരു പ്രഷറും ഇല്ല. നമ്മളിത് പ്രഷർ ഉണ്ടാകുന്നത് ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിക് എയറിനെ എങ്ങനെയാണ് നമ്മൾ ഈ കംപ്രസ് ചെയ്യിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എയറിനെ നേരെ ഇതിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ കംപ്രസറിലോട്ടാക്കും. ഈ കംപ്രസറിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ മോട്ടർ വഴി ഈ കംപ്രസർ, ഇത് സ്ക്രൂ ടൈപ്പ് കംപ്രസറാണ്, രണ്ട് ഇത് കാണും. ഇതിങ്ങനെ കറങ്ങും. ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇത് എന്താണ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ പണ്ട് ഒരു എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട്, പണ്ട് നമ്മൾ അരിയൊക്കെ അരക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മൾ എയറിന് നേരെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. മനസ്സിലായില്ലേ? ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞതാട്ടോ. നമ്മളിപ്പോൾ അരി ഒക്കെ അരക്കണ രീതിക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിച്ച് നോക്കിയാൽ, നമ്മളൊരു അരി അരക്കുന്ന ഒരു മെഷീനിലിട്ട് ഒരു അരി അരക്കുന്ന രീതിയിൽ നമ്മൾ നോക്കിയാൽ മതി. അതേപോലെ നമ്മൾ നേരെ ഈ പറയുന്ന ഈ ടാങ്കിലൂടെ നേരെ അറ്റ്മോസ്ഫിയറിക് എയറിനെ കൊണ്ടുവന്ന് നമ്മൾ നേരെ ഈ കംപ്രസറിനോട്ട് ഇടും. ഈ കംപ്രസറിലോട്ട് ഇടാൻ നേരത്തെ ഈ കംപ്രസർ എന്ത് ചെയ്യും, നമ്മൾ ആ മോട്ടർ വെച്ചിട്ട്, നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ആ വലിയ മോട്ടർ കാണിച്ചില്ലേ, ആ മോട്ടർ വെച്ചിട്ട് നമ്മൾ ഈ കംപ്രസറിനെ ഇങ്ങനെ കറക്കും. അപ്പോൾ ഇത് സ്ക്രൂ ടൈപ്പാണ്. സ്ക്രൂ ടൈപ്പ് എന്ന് പറയാൻ നേരത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രൂ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ സ്ക്രൂ പോലെ ഒരു സ്ക്രൂ എങ്ങനെ ഇരിക്കും അതേപോലെ രണ്ട് സ്ക്രൂ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ ഈ മോട്ടർ കറങ്ങാൻ നേരത്ത് ഇതിങ്ങനെ കറങ്ങി നമ്മുടെ എയർ എന്ത് ചെയ്യും, ഇതിലൂടെ കയറാൻ നേരത്ത് നമ്മുടെ എയറിനെ നോർമൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനെ ഇതിലോട്ട് വിടാൻ നേരത്ത് ഇതിനിങ്ങനെ തിരിച്ച് കംപ്രസ്ഡ് ആക്കും. മനസ്സിലായില്ലേ? ഞെരുക്കുക. അങ്ങനെ ആ ഞെരുക്കി ആ പ്രഷറിനെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ നേരെ വന്ന് എന്ത് ചെയ്യും, നമ്മുടെ ഈ ടാങ്കിലോട്ടാവും. ഈ ടാങ്കിലോട്ടായി കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്താ നേരത്തെ പറഞ്ഞില്ലേ, സെപ്പറേറ്റർ എലമെൻ്റ് ആണ്. അതായത് നമ്മൾ ഈ പറയുന്ന കംപ്രസറിൽ നമ്മൾ കൂളൻ്റ് ഓയിലും കൂടി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് കറങ്ങി നമ്മൾ ഈ പ്രഷറിനെ കംപ്രസ് ചെയ്യാൻ നേരത്ത് നല്ല ചൂടായിട്ട് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൂളൻ്റ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ കൂളൻ്റ് ഓയിലും ഈ എയറും കൂടി നേരെ റിട്ടേൺ കയറിയിട്ട് എന്ത് ചെയ്യും, ഇതിലെ കൂടെ കയറി ഈ പൈപ്പില്ലേ, ഇതിലെ കൂടെ ഔട്ട് ഇങ്ങനെ വന്ന് കാണിച്ചു തരാം. ഇതിലിങ്ങനെ കംപ്രസ് ചെയ്ത എയർ, അതായത് നമ്മളിങ്ങനെ കറങ്ങി ഇതിൽ കംപ്രസ് ചെയ്യുന്ന എയർ നേരെ വന്നിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ, നിങ്ങൾ ഈ പൈപ്പ് കണ്ടോ, എവിടെ, ഈ പൈപ്പ് കണ്ടോ, ഈ പൈപ്പിലൂടെ നേരെ ഇങ്ങനെ വന്ന് ഇവിടെ വരും, ഈ ടാങ്കിനുള്ളിൽ വരും. ഈ ടാങ്കിനുള്ളിൽ വരാൻ നേരത്ത് ഈ ടാങ്കിനുള്ളിൽ വെച്ചിട്ട് ഈ ഓയിലും ഈ പ്രഷറും തമ്മിൽ, അതായത് എയറും തമ്മിൽ സെപ്പറേറ്റ് ആവും. അതായത് നമ്മുടെ ഓയിൽ വേറൊരു സ്ഥലത്തോട്ടും പ്രഷർ എന്ത് ചെയ്ത് വേറൊരു സ്ഥലത്തോട്ടും പോകും. അതായത് ഈ ഓയിൽ ഇതിൽ വന്നിട്ട് ഈ സെപ്പറേറ്റർ എലമെൻ്റ് വഴിയിട്ട് നമുക്ക് ഓയിൽ ഒരു രീതിയിലും എയർ എന്ത് ചെയ്യും, നേരെ ഇതിലെ കൂടെ ഈ പൈപ്പിലൂടെ നേരെ പോയിട്ട് നേരെ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, ഇതിലെ കൂടി വന്ന് കാണാവോ, നേരെ കണ്ടില്ലേ, സെപ്പറേറ്റർ എലമെൻ്റ് കൂടി നേരെ ഇതിലേ വന്ന് നേരെ എന്ത് ചെയ്യും, കാണാവോ, കണ്ടാ, നമ്മുടെ എന്ത് ചെയ്യും, റേഡിയേറ്ററിൽ ചെന്നിട്ട്, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, നേരെ ആ സെപ്പറേറ്റർ എലമെന്റിൽ നിന്ന് നേരെ നമ്മുടെ എയർ എന്ത് ചെയ്യും, ഇതിലേ കൂടി വന്ന് നമ്മൾ റേഡിയേറ്റർ എന്തിനാണ്, ഈ വരുന്ന എയറിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേറ്റർ യൂസ് ചെയ്യുന്നത്. ഈ റേഡിയേറ്ററിൽ കോയിലുകളുണ്ട്, അതിലെ കൂടി ഇങ്ങനെ നമ്മുടെ എയർ ഇങ്ങനെ പാസ്സായി അത് തണുത്ത് എന്ത് ചെയ്യും, നേരെ നമ്മൾ ഈ ലൈൻ കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നേരെ ഈ ലൈനിലൂടെ എന്ത് ചെയ്യും, നേരെ അങ്ങോട്ട് പോകും. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നേരെ നേരെ നിങ്ങൾ കണ്ടില്ലേ, ഇത് കണ്ട അവിടെ നിന്ന് വളഞ്ഞു വന്നിരിക്കണം കണ്ടോ, അതിലൂടെ നേരെ ഇതേപോലെ
ഇങ്ങനെ വന്ന് നമ്മുടെ എയർ ഫിൽറ്ററാണ് ഇത്. അതായത് നമ്മൾ ആ വരുന്ന എയറിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഫിൽറ്റർ ആവും. ഇവിടെ ഫിൽറ്റർ ആയതിനു ശേഷം ഇത് കണ്ടില്ലേ, ഇതിലൂടെ ആ വെള്ളം എന്ത് ചെയ്യും, നമ്മളുടെ ഈ പ്രഷറിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നേരെ നമ്മുടെ ഈ പൈപ്പിലൂടെ, ഇത് ഡ്രെയിനേജ് പൈപ്പാണ്, ഈ പൈപ്പിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ആ വെള്ളത്തെ നമ്മൾ പുറത്തോട്ട് തള്ളിക്കളയും. മനസ്സിലായില്ലേ? ഈ ഒരു സോളിനോട് വാൽവ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാൽവ് ഓപ്പൺ ആവും. ഇതൊരു ഇത്ര ഇതിൽ വരാൻ നേരത്ത് ഈ വാൽവ് ഓപ്പൺ ആയിട്ട് ഇത് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു സെറ്റിങ്സ് ഉണ്ട്. അതായത് അതിൻ്റെ സെൻസർ ഇവിടെ ഇങ്ങനെ നമ്മൾ എത്ര എയറിൽ ഇപ്പോൾ എന്തെങ്കിലും വെള്ളം വരുവാണെങ്കിൽ ആ വെള്ളം ഇത്ര രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ആയി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ സോളിനോട് ആക്ട് ആവും, അതിനനുസരിച്ച് ഈ വെള്ളം ഇങ്ങനെ കളയും. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നേരെ ഈ എയർ, ഇതിൽ വരുന്ന എയറിനെ എന്ത് ചെയ്യും, ഇവിടെ ഫിൽട്ടർ ആയിട്ട് നമ്മൾ ആ എയറാണ് നേരെ എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ നേരെ നമ്മുടെ കണ്ടില്ലേ, നമ്മൾ അങ്ങനെ നേരെ വരുന്ന പ്രഷർ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ടാങ്ക് കണ്ടോ, നിങ്ങൾ ഈ ടാങ്ക് കണ്ടോ, ഈ ടാങ്കിൽ ഇങ്ങനെ ഫില്ലാവും. മനസ്സിലായി? ഔട്ട് ഗോയിങ് പോകും. ഇതാണ് കംപ്രസറിൻ്റെ ചെറിയൊരു പ്രവർത്തന രീതി.